ഹാലിഫാക്സിൻ്റെ മനോഹരമായ ഈ സ്ട്രീറ്റിൽ നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത്, എഡിൻബ്രോയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ മൊത്തം 3 ഫാമിലിയാണുള്ളത്. 3 ഫാമിലി കൂടി 6 പേരും ഒരു കൊച്ചുമുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ഈ വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ ഒരു വണ്ടി റെൻറ്റിന് എടുത്തിരിക്കുന്നതാണ് 3 ദിവസത്തേക്ക് വേണ്ടി. ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്ന കുഞ്ഞു സാധനമാണ് നിങ്ങളുടെ അന്നക്കുട്ടി കാണുന്നത്. അഞ്ജനയുടെ വീടാണ്. അഞ്ജനയുടെ വീട്ടിൽ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ നമ്മൾ എഡിൻബ്രോയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ബാഗുകളൊക്കെ എടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനക്കുട്ടി പോ, മമ്മിയുടെ അടുത്തേക്ക് പോയി പോ. ജെറി, ഗ്രീനു, നിഷ, അഞ്ജന, അന്നൂസ് സെറ്റായി. ട്രിപ്പ് സെറ്റായി. എല്ലാവരും കയറി ഓരോരോ പ്ലേസിൽ ഇരുന്ന് തുടങ്ങി. നമ്മുടെ ഡ്രൈവർ ബിപിൻ റെഡി ആയിട്ടുണ്ട്. ഹാലിഫാക്സിന്റെ ടൗൺ സെന്റർ, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ടെസ്കോന്ന് കുറച്ച് വെള്ളങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ എത്തിയേക്കണതാണ്. അങ്ങനെ ടെസ്കോന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ്. ഈ വണ്ടിയിൽ ഇതെല്ലാം ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇത് ടെസ്കോൻ്റെ വലിയ പാർക്കിംഗ്. നമ്മുടെ വണ്ടിയിലേക്ക് ജെറി നമ്മൾ ട്രോളിയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ മനോഹരമായ ഡിക്കി ഞങ്ങളുടെ അൽക്കുലത്തെ സാധനങ്ങൾ വെച്ച് നിറച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു കുപ്പി വെള്ളം പോലും വെക്കാനുള്ള സ്ഥലമില്ല. നമ്മളങ്ങനെ ഫസ്റ്റ് ഒരു സർവീസസിൽ വന്ന് നിർത്തി. ഇവിടെ ഭയങ്കര കാറ്റാണ്. നമ്മളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം വണ്ടി ഓടിച്ചിട്ട് നമ്മളൊരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സർവീസസിലേക്ക് കയറുകയാണ്. ബർഗർ കിങ്ങിൽ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ വൈകിയാണ് വീണ്ടും തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് പോകാൻ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അല്ല, ഇത് മറ്റേ പാർക്ക് നമ്മളങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ ഒരു ബോർഡറിലെത്തി. ബോർഡറിന് വാടാണ് നിൽക്കുന്നത് നമ്മുടെ വണ്ടി, നമ്മുടെ ടീം. അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ ഒരു ബോർഡിലുള്ള ബോർഡിൻ്റെ അവിടം വരെ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 50 മൈലോടെ ഇനിയും പോകാനുണ്ട്. ബോർഡൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ പോവാണ്. ഇത് അഭ്യർത്ഥിക്കാൻ പോലെ ഉണ്ടല്ലോ, സന്തോഷത്തോടെ ഇരിക്കും. വണ്ടി കടലിലേക്ക് പോകണോ? നമുക്ക് ഈ കാണുന്ന ഭംഗി വീഡിയോ കിട്ടുന്നില്ല. ചായ ഞാൻ ഉണ്ടാക്കണോ? കാപ്പിയോ? ഓക്കെ, എന്നാ ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നിനക്കിത് വേണോ? ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കാരവൻ സ്റ്റേയുടെ അകത്ത് എത്തി. ഇനി ഞാൻ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് നമ്മുടെ ഒരു സ്റ്റേ. ഇത്രയുണ്ട്. ഇവിടെ ഇതേപോലെ നിറയെ സ്റ്റേകളുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ്. കടലിനോട് ചേർന്നാണ് ഈ സ്റ്റേകളെല്ലാം ഉള്ളത്. അതിൽ ഇതാണ് നമ്മുടെ സ്റ്റേ. അത് കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാൻ കുറച്ച് ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഇതിനകത്ത് 3 ബെഡ്റൂമുകളാണുള്ളത്. പിന്നെ ഒരു ഹാള്, കിച്ചൺ അങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഹോൾ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ടോയ്ലറ്റാണ് ഇത്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതാണ് 2 സിംഗിൾ ബെഡാണ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ വാർഡ്രോബ്, ഒരു മിററ്, അങ്ങനെ അതാണ് ഒരു ബെഡ്റൂം. പിന്നെ ഇത് നെക്സ്റ്റ് ബെഡ്റൂം. ഇതും അതുപോലെ തന്നെ ടിൻ ബെഡാണ് അതിലുള്ളത്. ഇതാണ് മാസ്റ്റർ റൂം. ഇത് കൊള്ളാലോ. മാസ്റ്റർ റൂമിൽ ഒരു TV ഉണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളായിട്ട് ഓരോ സ്ഥലത്ത് അഞ്ചരയും നിഷയും കൂടി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിവിങ് ഏരിയയിലുണ്ട് ഒരു TV ഉണ്ട്, ഒരു നല്ല വലിയ മിററുണ്ട്, ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു ചിത്രശലഭത്തിൻ്റെ ചിത്രമുണ്ട്, സെറ്റുകൾ 2 ഉണ്ട്. ഇത് മൊത്തം 6 ദിവസമായിട്ടിരിക്കാൻ പറ്റും. ഒരു ടീ ടേബിള്, പിന്നെ ഒരു ഡൈനിങ് ടേബിള്. കൊള്ളാം, നൈസായിട്ടുണ്ട്. നല്ല സെലക്ഷൻ ആട്ടോ അഞ്ജന. Echo of your laugh, now a ghost in the shade. Every step a crack where the smile decayed. Voices in my head softly hum your tune, dancing with the shadows under a silver moon. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കാൻ പോവുകയാണ്. എല്ലാവരും ചെറിയ ജാക്കറ്റുകളൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് ഇനി ബീച്ചിലേക്ക് നടക്കാൻ പോവാണ്. ഇതാട്ടോ നമ്മുടെ കാരവൻ വീടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ്. ഇത് ശരിക്കും കാരവൻ അല്ല, ഇത് ശരിക്കും കണ്ടെയ്നറാണ്. ഇവിടെ നിറയെ ഇതേപോലത്തെ വീടുകളാണ്. എന്താടാ ഓക്കടെ എടുത്തരാം, നീ നിൽക്കും, ഞാൻ ഫോട്ടോ എടുത്തുതരാം. ഇവിടെ ചുറ്റും ഫുള്ള് ഇതേപോലത്തെ വീടുകളാണ്. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ തന്നെ. ഞാൻ ജെറിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. അല്ല, തിരിച്ചു പോകുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാം, ഇന്ന് ഓടിച്ച പോലെ. എനിക്ക് ലോങ് ഡ്രൈവ് വിഷയമില്ല. സമയം 8 മണിയായി. നല്ല വെയിലുണ്ട്. നൈസായിട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ല വെയിലും നല്ല തണുപ്പും, അടിപൊളി. നമ്മുടെ കാരവൻ്റെ ആണെന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കിടക്കുന്നത് സീയുടെ അവിടേക്കാണ്. സീയുടെ ബീച്ച്, സീയുടെ ഒരു വ്യൂ, ബീച്ച് സൈഡ്, അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയാം, ചെറിയ ഷോപ്സ്. എന്താ ഞാൻ പറയണോ? ഇതാ ഇവിടെ റെസ്റ്റോറൻറ്റും ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല രസമുള്ളൊരു വണ്ടി. ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടൊക്കെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബീച്ച് സൈഡ് പിടിച്ച് ആ വണ്ടി ബസ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരു 100 മീറ്റർ നടന്നപ്പോഴത്തേക്ക് എന്താ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട്. അതിലൂടെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാണ്. ലോ ടൈഡാന്ന് തോന്നുന്നു, അതുകൊണ്ട് വെള്ളം കുറച്ച് ഇറങ്ങി താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിനുള്ളിലേക്ക് നടക്കാൻ കുറേ സ്ഥലമുണ്ട്. Clouds pass slow like memories that fade. Walking through the midnight, chasing dreams we made. Echo of your laugh, now a ghost in the shade. Every step a crack where the smile decayed. Voices in my head softly hum your tune, dancing with the shadows under a silver moon. Falling stars write your name across the sky
അല്ലേ? അച്ഛൻ അവിടെ കടലമ്മ കള്ളീന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് കലാകാരി അച്ഛൻ. അപ്പൊ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിപ്പിന്റെ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ എങ്ങാനും സുനാമി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിനക്ക് മാത്രമായിരിക്കും. കടൽ കയറി വരുന്നുണ്ട്. ഇത് കള്ളി എന്നുള്ളത് മാഞ്ഞു. ആദ്യം ഇത് തിര കയറി വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ അതില് സീമോം തീഫ് എന്നും കൂടി എഴുതി. അപ്പൊ ഇത് കടൽ കയറി മായ്ക്കുന്നു. കടൽമാം തീഫ് എന്ന് എഴുതിയത് പൊടി പോലുമുള്ള സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാൻ. പിന്നെ അഞ്ജനന് ഇപ്പൊ വെള്ളം കൊണ്ടുപോകും. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ കടലമ്മേനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഞങ്ങളിങ്ങനെ വേഗം തിരിച്ച് കയറി. ഇനി ഞങ്ങൾ കടലിൽ നിന്ന് കയറി റോഡിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളും വീടുകളും ഇവിടുത്തെ ഒരു നേച്ചറും എല്ലാം നല്ല രസം കാണാൻ. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, 8 മണിയായി. അപ്പോൾ ഈ രാത്രി ഞങ്ങളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂട്ട്നെസ് ഓവർലോഡഡ്. ആരവൻ പൂക്കി. See the dreams barely glow. Fingers reach for nothing, just the wind that I know. എന്ത് മനോഹരമായിട്ടുള്ള വീടുകളാണ്. Still drowning in your name. Every breath I take. Falling stars write your name across the sky. കടലിനോട് ചേർന്നിട്ടുള്ള ഒരു വാക്ക് വേ. അവിടെ കുറേ ചെയറുകളൊക്കെ ഇട്ടിരിക്കുന്നു. അങ്ങനത്തെ ചെയറിലൊക്കെ ഇരുന്നിട്ട് തല്ലിപ്പൊളി പാട്ടുകളൊക്കെ പാടുന്ന ആൾക്കാർ, കൂതറ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ, അനാവശ്യമായ സാധനങ്ങൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഒരു ആവശ്യമായിട്ട് നടക്കുന്ന ആൾക്കാർ. അതെ, അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാരെ മൊത്തം ട്രോളിക്കൊണ്ട് കമന്റ് അടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫറാണ് ഈ നടക്കുന്നത്. ആ വീഡിയോഗ്രാഫറുടെ കൂടെ ഒരു നാളില്ലാതെ കൂടെ നടക്കുന്ന കൂടെ ജീവിക്കുന്ന ആളാണ് വരുന്നത്. ഭയങ്കര സുഖമായി. കടലിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് വീടുകൾ. എന്ത് രസമായിരിക്കും ഇവിടെയൊക്കെ താമസിക്കാൻ. അങ്ങനെ കടലൊക്കെ കണ്ട് നല്ല വീട്ടിലൊക്കെ പോയിട്ട് ടാനൊക്കെ അടിച്ച് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാ തുടങ്ങി ആ ചാമ്പിയ വെള്ളം തീരുമ്പോൾ നിന്നോളൂ. കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചെത്തി. സമയം ഇപ്പോൾ 9:15. അപ്പോഴും നല്ല വെട്ടമുണ്ട്. ഇനി നമ്മൾ രാത്രി ഫുഡിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ പോവാണ്. നമ്മളങ്ങനെ കടലൊക്കെ കണ്ടിട്ട് വന്നിട്ട് കുക്കിംഗ് പരിപാടിയാണ്. ഗ്രീനും ഇവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നു. അഞ്ജന ഇവിടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടാക്കാനുള്ള പരിപാടി വെക്കുന്നു. ചോറും ചിക്കൻ കറിയാണ് നമുക്ക് ഇന്ന് ഡിന്നറിന്. ഇവിടെ അന്നക്കുട്ടി ഡിന്നർ കഴിക്കുന്നു. ഇത് ചിന്താവിഷ്ടയായ നിഷ. തലവേദന. യൂസർ മാനുവൽ പഠിക്കാൻ ശ്രമിക്കുന്ന ബിബിൻ. നാളെ സൂല് പോകുന്ന. അടിപൊളി. അങ്ങനെ ഞങ്ങൾ
രാത്രിയിലുള്ള ഫുഡിലുള്ള പരിപാടികൾ നോക്കുവാണ്. എല്ലാവർക്കും ഓരോ പീസ് വറക്കാം. ചിക്കൻ കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറം ചിക്കൻ ഫ്രൈ റെഡി ആവുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു ഉറങ്ങാതെ ഇരിക്കുന്ന വിപിൻ 10 മണിക്ക് ഉറങ്ങണമെന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. ആ, ഫുഡ് കിട്ടാത്തതുകൊണ്ട് മാത്രം ഉറങ്ങാതെ കാത്തിരിക്കുന്ന വിപിൻ. ഇത് ഇവിടെ ഓംലെറ്റിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നു. അവിടെ ഫ്രിഡ്ജിൽ കൊറോണ തപ്പിപ്പോകുന്ന ഓക്കെ ഗൈസ്, ഞങ്ങളുടെ ഡിന്നർ ടൈമായി. എല്ലാവരും ചോറും ബീറും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളിന്ന് സ്കോട്ട്ലൻഡിലേക്കുള്ളൊരു യാത്രയും ഈ സ്കോട്ട്ലൻഡിൽ നമ്മളൊന്ന് സ്റ്റേ ചെയ്യും. ആ സ്റ്റേയുടെ അടുത്തുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത്. സ്കോട്ട്ലൻഡിലെ മറ്റു കാഴ്ചകളുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.